എല്ലാവർക്കും എജ്യുലൈറ്റ് PSC യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരള നദികളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നദികളെക്കുറിച്ച് എടുത്ത് പഠിച്ചു. അതിൽ പമ്പ നദി, അതേപോലെ പെരിയാർ, ഭാരതപ്പുഴ, അതേപോലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 ഭവാനി, കബനി, അതേപോലെ പാമ്പാർ, പിന്നെ അതേപോലെ ചാലക്കുടി പുഴ, പിന്നെ അങ്ങനെ പ്രധാനപ്പെട്ട നദികളെക്കുറിച്ചൊക്കെ നമ്മൾ എടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് പ്രധാനപ്പെട്ട PSCക്ക് ചോദിച്ച നദികളെക്കുറിച്ച് ചോദിച്ച ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ക്ലാസ്. അപ്പോൾ ഒരുവിധം പ്രധാനപ്പെട്ട നദികളെക്കുറിച്ചുള്ള പോയിൻറ്റ്സൊക്കെ നമ്മൾ ആ നദികളെക്കുറിച്ച് പറയുമ്പം തന്നെ അതിൻ്റെ പോഷക നദികളെക്കുറിച്ചുള്ളതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉൾപ്പെടുത്താത്ത അല്ലെങ്കിൽ അതിൽ പെടാത്ത എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നതാണ് ഈ ഒരു ക്ലാസ്സിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു വിശദീകരണമായിരിക്കില്ല, ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ എന്ന പോലെയായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ നമ്മൾ പഠിക്കുന്നത് കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി. എങ്ങനെയാണ്? കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച്, ഉത്ഭവം എവിടെയാണ്? കർണാടക, എന്നിട്ട് കേരളത്തിലേക്കാണ് ഒഴുകുന്നത്. അങ്ങനെ കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണിത്, വളപട്ടണം പുഴ. കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണിത്, വളപട്ടണം പുഴ. വളപട്ടണം പുഴ എന്ന് പറയുന്നത് എന്താണ്? കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണിത്, വളപട്ടണം പുഴ. വളപട്ടണം പുഴേനെ കുറിച്ച് ഒരു പോയിന്റും കൂടെ പഠിക്കാം. അതാണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്? പറശ്ശിനിക്കടവ്. പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്, അല്ലെ ഏത് പുഴയുടെ തീരത്താണ്? വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ? ഇനി അടുത്തത് നമ്മൾ പറയുന്നത് വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്നത് ഏത് പുഴയാണ്? ഏതാണ്? വണ്ണാത്തിപ്പുഴ. വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്നത് ഏത് പുഴയാണ്? പയ്യന്നൂർ പുഴയാണ് വണ്ണാത്തിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പയ്യന്നൂർ പുഴയുടെ മറ്റൊരു പേരല്ല, അപരനാമം എന്താണ്? വണ്ണാത്തിപ്പുഴ എന്നാണ്. അതേപോലെ പൊന്നിയം പുഴ. പൊന്നിയം പുഴ എന്നറിയപ്പെടുന്ന പുഴയാണേത്? തലശ്ശേരി പുഴ. പൊന്നിയം പുഴ എന്നറിയപ്പെടുന്ന പുഴയാണേത്? തലശ്ശേരി പുഴ. ഓർത്ത് വെച്ചേക്കുക. അതേപോലെ വള്ളിലപ്പുഴ എന്നറിയപ്പെടുന്നത്, വള്ളിലപ്പുഴ എന്നറിയപ്പെടുന്ന പുഴയാണേത്? തിരൂർ പുഴ. വള്ളിലപ്പുഴ എന്നറിയപ്പെടുന്ന പുഴയാണേത്? തിരൂർ പുഴ. ക്ലിയർ? ഇനി മറ്റൊരു പേരും കൂടെ പഠിക്കുക, പെരുമ്പുഴ എന്നറിയപ്പെടുന്ന പുഴ. പെരുമ്പുഴ എന്നറിയപ്പെടുന്ന പുഴ ഏതാണ്? ചന്ദ്രഗിരി പുഴ. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റുന്ന നദിയാണേത്? ചന്ദ്രഗിരി പുഴ. അതിൻ്റെ മറ്റൊരു പേരാണേത്? പെരുമ്പുഴ. വള്ളിലപ്പുഴ എന്നറിയപ്പെടുന്ന ഏതാണ്? തിരൂർ പുഴയാണ്. പൊന്നിയം പുഴ എന്നറിയപ്പെടുന്നത് തലശ്ശേരി പുഴയാണ്. വണ്ണാത്തിപ്പുഴ എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ പുഴയാണ്. പിന്നെ നമ്മൾ പഠിച്ചത് വളപട്ടണം പുഴയുടെ 2 പോയിന്റ്സ് ആണ്. പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ വളപട്ടണം പുഴയാണ്. വളപട്ടണം പുഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർണാടകയിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പുഴയാണേത്? വളപട്ടണം പുഴ. ക്ലിയർ? ഇനി ചിമ്മിനി വന്യജീവി സങ്കേതം. ചിമ്മിനി വന്യജീവി സങ്കേതം നമ്മൾ വന്യജീവി സങ്കേതത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞ ഒരാളാണല്ലോ, അല്ലേ? അപ്പം ഈ ചിമ്മിനി വന്യജീവി സങ്കേതത്തിലൂടെ അല്ലെങ്കിൽ വന്യജീവി സങ്കേതത്തിൽ ഉത്ഭവിക്കുന്ന നദി എന്ന് പറയുന്നതാണ് കുറുമാലിപ്പുഴയാണ്. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ ഉത്ഭവിക്കുന്ന നദി എന്ന് പറയുന്നതാണ് കുറുമാനിപ്പുഴ. കുറുമാനിപ്പുഴ. ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ ഉത്ഭവിക്കുന്ന പുഴയാണേത്? കുറുമാനിപ്പുഴ. കുറുമാനിപ്പുഴ. ക്ലിയർ? ഇനി കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴ അതാരാണ്? വളപട്ടണം പുഴയാണ്. നിന്നോട് നേരത്തെ വിട്ടുപോയതാ പറയാം.
കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴയാണേത്? വളപട്ടണം പുഴ. ഓക്കെ, ഇപ്പോൾ വളപട്ടണം പുഴയെ കുറിച്ച് നമ്മൾ 3 പോയിന്റ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? കർണാടകയിലൂടെ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദി, പറശ്ശിനിക്കടവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഏത് പുഴയുടെ തീരത്താണ്? വളപട്ടണം പുഴയുടെ തീരത്താണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന പുഴയാണേത്? വളപട്ടണം പുഴ. ഇനി ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ ഉത്ഭവിക്കുന്നത് ഏതാണ്? കുറുമാനി പുഴ. അത് ഓർത്ത് വയ്ക്കുക. ഇനി ആറളം വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയുടെ തീരത്താണ്? ചീങ്കണ്ണിപ്പുഴയുടെ തീരത്താണ്. ഏതാണ്? ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം ഏത് പുഴയുടെ തീരത്താണ്? ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ചീങ്കണ്ണിപ്പുഴയുടെ തീരത്താണ്. ചീങ്കണ്ണിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണേത്? ആറളം വന്യജീവി സങ്കേതം. വളപട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കുറുമാനിപ്പുഴ ഉത്ഭവിക്കുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ്? ചിമ്മിനി വന്യജീവി സങ്കേതം. തിരിച്ചും ഇങ്ങോട്ടും ക്വസ്റ്റ്യനാക്കി തന്നെ പഠിക്കാം. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണേത്? കവണാർ. കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണേത്? കവണാർ. ഇനി ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയിലാണ്? ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഏത് പുഴയിലാണ്? അഞ്ചരക്കണ്ടിപ്പുഴ. ഈ അഞ്ചരക്കണ്ടിപ്പുഴ ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെയാണ്? കണ്ണൂർ ജില്ലയിലൂടെയാണ് കേട്ടോ. അഞ്ചരക്കണ്ടിപ്പുഴ ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെയാണ്? കണ്ണൂർ ജില്ലയിലൂടെയാണ്. ഓർത്ത് വെച്ചിരിക്കാം. ക്ലിയർ? ഇനി അടുത്തത് ഉത്തര മലബാർ എന്നും അതേപോലെ ദക്ഷിണ മലബാർ എന്നും മലബാറിനെ വേർതിരിക്കുന്ന നദിയാണേത്? കോരപ്പുഴ. കോരപ്പുഴേൻ്റെ പ്രത്യേകത എന്താ? കോരപ്പുഴ മലബാറിനെ എന്താക്കുന്നു? ഉത്തര മലബാർ എന്നും അതേപോലെ ദക്ഷിണ മലബാർ എന്നും ആരെ വേർതിരിക്കുന്നു? മലബാറിനെ വേർതിരിക്കുന്ന നദിയാണേത്? കോരപ്പുഴ. ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്തത് മണിമലയാർ ഇല്ലേ, നമ്മൾ പഠിച്ച മണിമലയാർ. ഈ മണിമലയാറിൻ്റെ മറ്റൊരു പേര് ഏതാണ്? പുല്ലുകയാർ. അല്ലെന്താണ്? പുല്ലുകയാർ. പുല്ലുകയാർ എന്നറിയപ്പെടുന്ന നദിയാണേത്? മണിമലയാർ. പുല്ലുകയാർ എന്ന് പറയുന്ന നദിയാണേത്? മണിമലയാർ. ഓക്കെ. ഇനി നമ്മൾ അഞ്ചരക്കണ്ടിപ്പുഴയെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അഞ്ചരക്കണ്ടിപ്പുഴയിലാണ്. ഏത് ജില്ലയിലൂടെയാണ് അഞ്ചരക്കണ്ടിപ്പുഴ ഒഴുകുന്നത്? കണ്ണൂർ ജില്ലയിലൂടെയാണ് അഞ്ചരക്കണ്ടിപ്പുഴ ഒഴുകുന്നത്. അതേപോലെ പെരളശ്ശേരി തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? പെരളശ്ശേരി തൂക്കുപാലം. പെരളശ്ശേരി തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയിലാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അഞ്ചരക്കണ്ടിപ്പുഴ. അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് പെരളശ്ശേരി തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ? ഇനി കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ. ആറ്റുകാൽ ക്ഷേത്രം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണേത്? ആറ്റുകാൽ ക്ഷേത്രം അല്ലേ? ഇനി അടുത്തത് അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് കരമനയാറിൽ കേട്ടോ. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കരമനയാർ. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കരമനയാറിലാണ്. ഇനി തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്
തുഷാരഗിരി വെള്ളച്ചാട്ടം. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചാലിപ്പുഴയിൽ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലിപ്പുഴയിൽ. ഇപ്പോൾ ഏതൊക്കെ പഠിച്ചു നമ്മളിപ്പം? കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയുടെ തീരത്താണ്? കവണാർ. അതേപോലെ ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടി പുഴ, അല്ലെങ്കിൽ കുമരകം പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? കവണാർ അല്ലേ? ഇനി അഞ്ചരക്കണ്ടി പുഴ ഒഴുകുന്നത് ഏത് ജില്ലയിലൂടെയാണ്? കണ്ണൂരാണ്. അതേപോലെ തന്നെ പെരളശ്ശേരി തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഞ്ചരക്കണ്ടി പുഴയിലാണ്. ഇനി മലബാറിനെ ഉത്തര മലബാർ എന്നും ദക്ഷിണ മലബാർ എന്നും വേർതിരിക്കുന്ന പുഴയാണ് ഏത്? കോരപ്പുഴ. മണിമലയാറിൻ്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ പുല്ലുകയാർ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? മണിമലയാറാണ്. അടുത്തത് കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഏത്? ആറ്റുകാൽ ക്ഷേത്രം. അടുത്ത് നമ്മൾ പഠിച്ചത് അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കരമനയാറിലാണ്. ദെൻ തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയുടെ തീരത്താണ്? ഏത് പുഴയിലാണ്? ചാലിപ്പുഴയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് വെച്ചാൽ ഈ പുഴകളെ കുറിച്ചൊന്നും എടുത്ത് പഠിക്കേണ്ടതില്ല, പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എക്സാമിന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടൊരു ക്ലാസ് അറേഞ്ച് ചെയ്തത്. അപ്പം ഈ ഒരു സെക്ഷനോട് കൂടി നമ്മൾ കേരളത്തിലെ നദികൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് പരിചയപ്പെടാം. ഓക്കെ, താങ്ക് യു.